പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കൽ പ്രതിയായ രണ്ടാമത്തെ പോക്സോ കേസിൽ ഇന്ന് വിധി പറയാനിരിക്കുകയാണ്. പെരുമ്പാവൂർ അതിവേഗ സ്പെഷ്യൽ കോടതിയാണ് വിധി പറയുക. വീട്ടുജോലിക്കാരിയുടെ 17-കാരിയായ മകളെ മോൻസന്റെ മാനേജർ ജോഷി പീഡിപ്പിച്ച കേസിലാണ് വിധി വരാനിരിക്കുന്നത്. തിയോഫിൻ ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തിയോഫിൻ, ഇന്ന് എപ്പോഴായിരിക്കും വിധി വരിക? എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? കാവ്യ, ഗുഡ് മോർണിംഗ്. പെരുമ്പാവൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി പറയുന്നത്. മോൻസനുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പോക്സോ കേസാണിത്. മോൻസൺ മാവുങ്കലിൻ്റെ വീട്ടുജോലിക്കാരിയുടെ പ്രായപൂർത്തിയാകാത്ത മകളെ ഇയാളുടെ മാനേജറായിരുന്ന ജോഷി പീഡിപ്പിച്ചു എന്ന കേസിലാണ് അറസ്റ്റ്. കേസിൽ ഒന്നാം പ്രതി ജോഷിയാണ്. മോൻസൺ മാവുങ്കലിനെ പ്രതി ചേർത്തിരിക്കുന്നത് ഈ കുറ്റകൃത്യം മറച്ചുവെച്ചു എന്നുള്ളതാണ്. ഈ പരാതി വന്നതിന് ശേഷം ഇത് ഒളിപ്പിക്കാൻ, അതായത് ഈ ജോഷിക്കെതിരെയുള്ള പരാതി ഒളിപ്പിക്കാൻ പരമാവധി മോൻസൺ മാവുങ്കൽ ശ്രമിച്ചു. ഇത് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമവും നടത്തി പരാതി പുറത്തു വരാതിരിക്കാനുള്ള ഇത്തരം ശ്രമങ്ങളുടെ പേരിലാണ് മോൻസൺ രണ്ടാം പ്രതിയായിട്ടുള്ളത്. ഈ ഫാസ്റ്റ് ട്രാക്ക് പെരുമ്പാവൂർ അതിവേഗ കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് വിധി പറയുമ്പോൾ തന്നെ നിലവിൽ മോൻസൺ മാവുങ്കൽ ജയിലിലാണ്. 3 കേസുകൾ മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൽ തന്നെ ഇയാളുടെ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരിയെ പീഡിപ്പിച്ച കേസ് ആദ്യമുണ്ടായിരുന്നു. മറ്റൊന്ന് ഒരു ജീവനക്കാരിയുടെ പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ച കേസ്. ജോലി വാഗ്ദാനം ചെയ്ത് മറ്റൊരു സ്ത്രീയെയും ഈ മോൻസൺ മാവുങ്കൽ പീഡിപ്പിച്ചു എന്ന് 3 കേസുകളുണ്ട്. ഇതുകൂടാതെയാണ് ഇപ്പോൾ ഈ ജോഷിയുടെ കേസിൽ, ജോഷി ഒന്നാം പ്രതിയായ കേസിൽ ഈ കേസ് മറച്ചുവെച്ചതിന് കേസെടുത്തിരിക്കുന്നത്. കുറ്റകൃത്യം അറിഞ്ഞിട്ടും മോൻസൺ മാവുങ്കൽ ഇത് മറച്ചുവെച്ചു എന്നാണ് മോൻസൺ മാവുങ്കലിനെതിരെയുള്ള കുറ്റപത്രം. ഈ കേസിലാണ് ഇന്ന് പെരുമ്പാവൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി വിധി പറയുന്നത്. കാവ്യ. ശരി, തിയോഫിനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.